കൊച്ചിയിലെ വ്യവസായിയിൽ നിന്നും 25 കോടി രൂപ തട്ടിയ കേസിൽ ആദ്യ അറസ്റ്റുണ്ടായി. തിരുവനന്തപുരം സ്വദേശി സജിതയെയാണ് കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിയെടുത്ത 3 ലക്ഷം രൂപ സജിതയുടെ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഈ കേസിൽ എത്ര പ്രതികളാണ് ഉള്ളത്? ഇപ്പോൾ ഒരാൾ മാത്രമാണോ അറസ്റ്റിലായത്? സ്മൃതി, നിലവിൽ ഒരു പ്രതി മാത്രമാണുള്ളത്. ഇവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ക്യാപിറ്റൽ എന്ന വെബ്സൈറ്റിൽ ഷെയർ ട്രേഡിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ വൻ ലാഭം ലഭിക്കുമെന്ന വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അത്തരത്തിൽ ഷെയർ ട്രേഡിംഗ് നടത്തിയോടുകൂടി കൊച്ചിയിലെ വ്യവസായിക്ക് 25 കോടി രൂപയാണ് നഷ്ടം വരുന്നത്. ഇതിൽ കൊച്ചി സൈബർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അതായത് കൊച്ചി DCP ആയ ജുവനപ്പൊടി മഹേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഈ സംഘമാണ് ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശിയായ സജിതയെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതിന് കാരണമായി അവർ പറയുന്നത് സജിതയുടെ അക്കൗണ്ടിലേക്ക് ഈ തട്ടിയെടുത്ത പണത്തിൽ നിന്ന് 3 ലക്ഷം രൂപ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 3 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരുടെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ സജിതയ്ക്ക് ഈ തട്ടിപ്പ് സംഘവുമായിട്ടുള്ള ബന്ധമടക്കം ഇപ്പോൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ യൂറോപ്യൻ രാജ്യമായ സൈപ്രസിൽ നിന്നാണ് ഈ സംഘം ഈ തട്ടിപ്പ് നിയന്ത്രിക്കുന്നതെന്നുള്ള കാര്യം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ ക്യാപിറ്റൽ എക്സിന്റെ പേരിൽ തന്നെ ഹൈദരാബാദിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അവിടെ ഒരു പ്രതി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഹൈദരാബാദ് പോലീസിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ കേസിലെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ സജിതയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, ശരണാണ് വിവരങ്ങൾ നൽകിയത്.